മാനേജർ ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് സർട്ടൻ ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജ് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് അതിൽ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ ആഡ് അക്കൗണ്ട് ത്രൂ നമുക്ക് ക്യാമ്പയിൻസ് ചെയ്യാം. അതായത് നമ്മൾ സാധാരണ പേജുകളിലെ ബൂസ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്യാമ്പയിൻസ് കംപ്ലീറ്റ് പോകുന്നത് നിങ്ങൾക്ക് ഒരു ബിസിനസ് മാനേജർ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ആഡ് അക്കൗണ്ട് ത്രൂ ആണ് ആ ക്യാമ്പയിൻസ് ഒക്കെ റൺ ആവുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ബിസിനസ് മാനേജറിൽ കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ആഡ് അക്കൗണ്ട് വഴി കാര്യങ്ങൾ ചെയ്യാൻ, ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പ്ലസ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്യാം, നമുക്ക് വാട്സപ്പ് കണക്ട് ചെയ്യാം. ഇപ്പോൾ വാട്സപ്പ് ബിസിനസ് APIs ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിസിനസ് മാനേജേഴ്സ് ഒക്കെ അത്യാവശ്യമാണ്. ഏറ്റവും ഹൈലൈഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം മറ്റ് കൊളാബറേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർമിഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ആർക്കൊക്കെ എന്തൊക്കെ അസറ്റ്സ്, ഇപ്പം പേജ് മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ ആഡ് അക്കൗണ്ട് മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം മാത്രം കണ്ടാൽ മതി. ഇനി ഇതിൻ്റെ അകത്ത് എന്താ പറയുക, അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സിന് ലിമിറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് നമുക്ക് കൺട്രോൾസ് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് തന്നെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ചേഞ്ചസും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ മാനേജറെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്രസൻസിന് വേണ്ടിയിട്ടുള്ള കൊളാബറേഷൻ